Assalamualaikum. Welcome to Nas Kitchen. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കാരണം ഇന്നലെ ഞാനിവിടെ ഖത്തറിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് കുറച്ച് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ, അതായത് എൻ്റെ റെസിപ്പി ഫോളോ ചെയ്യുന്നവരെ ഞാൻ കാണാനിടയായി. അപ്പോൾ എന്താ സന്തോഷം എന്നറിയൂ. കാരണം അവർ എന്നോട് പറഞ്ഞത് ഇത്തയുടെ റെസിപ്പി നിങ്ങൾ ഫോളോ ചെയ്ത് ഉണ്ടാക്കിയിട്ട് വളരെ നല്ല ടേസ്റ്റ് ഉണ്ട്, അതുപോലെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. ഈ ഒരു അവസരത്തിലും ഇങ്ങനെ എൻ്റെ ഫോളോ ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്, എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, അറിയുന്നത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുണ്ട്. കാരണം അതുതന്നെയാണ്, കാരണം നമ്മളൊരു റെസിപ്പി തരുമ്പോൾ അത് ചെയ്ത് അതിൻ്റെ ഫോട്ടോസൊക്കെ നമുക്ക് ഫോർവേഡ് ചെയ്യുമ്പോൾ അത് ശരിക്കും കാണാൻ ഭയങ്കര സന്തോഷമാണ്. അതൊന്ന് അറിയിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ സ്പൈസി എഗ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല, ഇതെൻ്റെ ഒരു സ്വന്തം ഒരു ഇതിൽ ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഒരു സ്നാക്കായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ടറായിട്ട് ഉപയോഗിക്കാം നമ്മുടെ ഡിന്നറിൻ്റെ ഇതിൻ്റെ കൂടെ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ സാലഡൊക്കെ ഉണ്ടാക്കുമല്ലോ ഒരു പാർട്ടിക്കൊക്കെ, അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കിത് സെർവ് ചെയ്യാൻ പറ്റും. നല്ല കാണാനും ഭംഗിയുണ്ടാവും, എനിക്കൊന്നൊരു വെറൈറ്റി ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ സ്പൈസി എഗ് എങ്ങനെ ഉണ്ടാക്കാമെന്നും അതിനെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിതിനാവശ്യമുള്ളത്, ഞാൻ നല്ല കട്ടിയായിട്ട് പുഴുങ്ങിയ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് ഹാർഡ് ബോയിൽഡ് എഗ്ഗ് 3 എണ്ണം. പിന്നെ വേണ്ടത് നമ്മുടെ തക്കാളി ഇതിൻ്റെ അകത്തുള്ള സീഡ്സൊക്കെ കളഞ്ഞിട്ട് ഞാൻ വളരെ തിന്നായിട്ട് ഇതുപോലെ നുറുക്കി അരിഞ്ഞെടുത്തതാണ് 1 ടേബിൾ സ്പൂൺ. പിന്നെ കക്കിരി, അതായത് കുക്കുംബർ നന്നായിട്ട് അരിഞ്ഞെടുത്തത് തക്കാളി പോലെ തന്നെ, പിന്നെ 1 ടേബിൾ സ്പൂണ്. പിന്നെ 1 ടേബിൾ സ്പൂണ് മല്ലിയില, അതാ ഇതുപോലെ നുറുക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് എരിവിനനുസരിച്ചിട്ടുള്ള പെപ്പറാണ്, കുരുമുളക് പൊടി. ഇത് നമുക്ക് ആവശ്യാനുസരണം നിങ്ങൾക്ക് എത്ര വേണമെന്നുള്ളത് അതെടുക്കാം. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള 1 ടേബിൾ സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ പെരുജീരകം ഞാനിത് ക്രഷ് ചെയ്തെടുത്തതാണ്, നന്നായിട്ട് പൊടിച്ചിട്ടില്ല, ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തതാണ് പെരുജീരകം, അതായത് വലിയ ജീരകം. പിന്നെ പാകത്തിന് ഉപ്പ്, ഫ്രൈ ചെയ്യാനുള്ള വെളിച്ചെണ്ണ. ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ആദ്യം ഈ മുട്ടയെ നെടുകെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള യെല്ലോ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് എടുത്ത് വെക്കാം, ഇതേപോലെ മാറ്റി വെക്കാം. ഇനി നമുക്ക് ഈ മുട്ടയുടെ മഞ്ഞ നന്നായിട്ട് പുഴുങ്ങി നല്ല കട്ടിയായതാണ്, ഇതിനെ നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ച ഈ മുട്ടയുടെ മഞ്ഞയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, നേരത്തെ മാറ്റി വെച്ച തക്കാളി, പിന്നെ കുക്കുംബർ, മല്ലിയില, കുറച്ച്, അതായത് നമ്മൾ എരിവ് അനുസരിച്ചിട്ട് ഇട്ടാൽ മതി, കുറച്ച് കുരുമുളക് പൊടി ഞാനിപ്പോൾ കുറച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ പാകത്തിന് ഉപ്പ്. ഇനിയിപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് കുഴച്ചെടുക്കാം. അതായത് നമ്മുടെ ഈ മുട്ടയുടെ വെള്ളം ഉണ്ടല്ലോ, പുഴുങ്ങിയെടുത്തതിൻ്റെ മുട്ട നമ്മൾ മഞ്ഞയിലാണ് ഇതൊക്കെ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അതിലേക്ക് ആ വെള്ളയിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമുക്കിതിനൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളിത് കുഴക്കുമ്പോൾ നന്നായിട്ട് ഇതേപോലെ നന്നായിട്ട് കുഴക്കണം. കാരണം ഒരു പേസ്റ്റ് പോലെ, അതായത് എല്ലാം ഒന്ന് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു നമുക്ക് അതിന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇങ്ങനെ കുഴച്ച് കഴിഞ്ഞാൽ ഇത് കണ്ട ഒരു ഒട്ടിപ്പ് വരും. അതുപോലെ നന്നായിട്ട് നമ്മൾ കുഴക്കുകയാണ്. ഇതിൻ്റെ ഉപ്പും കുരുമുളകിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ. ഇനിയിപ്പോൾ നമുക്കത് സെക്കൻഡ് സ്റ്റെപ്പിലേക്ക്, നമുക്ക് ആ മുട്ടൻ്റെ വെള്ളയിലേക്ക് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ മുട്ടൻ്റെ അകത്ത് വെക്കേണ്ട ഫില്ലിങ് റെഡിയാക്കിയിട്ടുണ്ട്. കാരണം ഒന്നും നമ്മൾ വഴറ്റി ഒന്നും ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ, ചിലവർക്ക് ക്യാരറ്റ് ഇഷ്ടമാണെങ്കിൽ അത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ലെറ്റ്യൂസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ സവാള, തക്കാളി ഇതൊക്കെ നിങ്ങൾക്ക് വഴറ്റണമെങ്കിൽ അങ്ങനെയും വഴറ്റിയിട്ട് ഈ മുട്ടേൻ്റെ മഞ്ഞൻ്റെ കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ മുട്ടയിൽ ഫിൽ ചെയ്യാൻ
രണ്ട് വശം മുട്ടേൻ്റെ രണ്ട് വശം നമ്മൾ ഫിൽ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഒന്ന് അമർത്തി വെക്കുകയാണേ. ഇതുപോലെ നമ്മൾ എല്ലാ മുട്ടയും ഇതുപോലെ ചെയ്യാം. ഇതേപോലെ, അതായത് ഇതേപോലെ മിഡിലിൽ മസാല വെച്ചിട്ട് നമ്മൾ ഫിൽ ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മളിതാ മുട്ട നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊരു ബാറ്റ് ഉണ്ടാക്കണം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും. നമ്മുടെ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മൾ ഫിഷും കല്ലുമ്മക്കായി അങ്ങനെയൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഏകദേശം ഉപയോഗിക്കുന്ന അതേ ഫ്ലേവർ തന്നെയാണ്. അപ്പം നമുക്ക് മുളക് പൊടി ഞാൻ 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അത് നിങ്ങളെ പാകത്തിന് അനുസരിച്ച് എടുത്താൽ മതി, എരിവ് അനുസരിച്ചിട്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ഒരു നുള്ള ഞാൻ എടുക്കുന്നുള്ളൂ, ഒരു കുറച്ച് മാത്രം. പിന്നെ ഉപ്പ്. ഇത് ഒരിത്തിരി വെള്ളം ചേർത്തിട്ട് നമ്മൾ ഇതിനെ മിക്സ് ചെയ്യണം. ഇതുപോലെ നമുക്ക് പേസ്റ്റ് ആക്കി എടുത്തിട്ട് ഇനിയിപ്പോൾ ആ മുട്ടേൻ്റെ മുകളിൽ ഒന്ന് പിടിപ്പിച്ചിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി ഇതെങ്ങനെ ഫ്രൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളിപ്പോൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരുപാട് വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ, പിന്നെ ഇത് ചെയ്യുമ്പോഴെന്ന് വെച്ചാൽ അടച്ച് വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. മുട്ട അതിൻ്റെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മളിതാ പതുക്കെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഓയിലേക്ക് എന്നിട്ട് നമുക്ക് ഒരു അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കാം. നമുക്ക് മുട്ട എന്ത് ആയി നോക്കാം. മെല്ലെ പതുക്കെ ഇതിനെ മറിച്ചിട്ട് കൊടുക്കാം. ഒരു വശം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ ഞാൻ അധികം മുളക് അതായത് ഇതിൻ്റെ മുകളിൽ പുരട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളെ ഇഷ്ടാനുസരണം, അതായത് ഒരുപാട് നല്ല എരിവാണെങ്കിൽ ആ എടുത്ത് വെച്ച മുളക് നല്ലോണം പൊതിഞ്ഞിട്ട്, പക്ഷെ എന്ത് തന്നെയായാലും അടച്ചു വെച്ചിട്ട് ഫ്രൈ ചെയ്യണം. കാരണം മുട്ടയായതുകൊണ്ട് അത് പൊട്ടിത്തെറിക്കും. അപ്പോൾ മറ്റേ വശം കൂടെ നമുക്കൊന്ന് ഫ്രൈ ആകുന്നത് വരെ കാത്തിരിക്കാം. നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് പതുക്കെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ സൈഡ് ഉണ്ടല്ലോ, സൈഡ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. സൈഡിലുള്ള മുളകൊക്കെ ഒന്ന് ഓയിലിൽ വെളിച്ചെണ്ണയിൽ ഫ്രൈ ആകാൻ വേണ്ടിയിട്ട്. നമുക്ക് നമ്മുടെ സ്പൈസി എഗ്ഗ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമുക്കൊരു ടിഷ്യൂ പേപ്പറിൽ ഒരു പ്ലേറ്റ് ടിഷ്യൂ വെച്ചിട്ട്, കാരണം അതിൻ്റെ ഇത്തിരി ഓയിൽ ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ സ്പൈസി എഗ് നിങ്ങളെല്ലാവരും കണ്ടു എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന്. ഈസിയാണ്. പിന്നെ ആ ഫ്രൈ ചെയ്യുമ്പോൾ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക, കാരണം മുട്ടയായതുകൊണ്ട് പൊട്ടിത്തെറിക്കും. അപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ട് നമ്മൾ ഒരു ടോം കൊണ്ട് മറിച്ചിട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. കുട്ടികൾക്ക് എനിക്കൊന്ന് മുട്ട അധികം ഇങ്ങനെ തിന്നാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആക്കി കൊടുക്കാം. പിന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ കുക്കുംബറും പിന്നെ തക്കാളിയും മല്ലിയിലും ഒക്കെ മിക്സ് ചെയ്തല്ലോ. അഥവാ നിങ്ങൾക്ക് അതൊന്നും വേണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പുഴുങ്ങിയ മുട്ട തന്നെ
നമ്മൾ ഈ ഒരു മസാല ഫ്ലേവറിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു നമ്മളെ പുഴുങ്ങിയ മുട്ട തിന്നുന്നതിനേക്കാൾ എനിക്കൊന്ന് കൂടുതൽ ടേസ്റ്റ് അതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇനി ഇതിനൊന്ന് വെറൈറ്റി ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഇന്നത്തെ നമ്മുടെ സ്പൈസി എഗ്. ഇനി നാസ് കിച്ചൺ ടിപ്സ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കുമല്ലോ. കാരണം എനിക്കൊന്ന് അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ കുറച്ച് നേരം നമ്മൾ ഫ്രിഡ്ജിലൊക്കെ നമ്മൾ മാറ്റി വയ്ക്കുമ്പോൾ ഒരു ലൈറ്റ് കളർ ഫെയ്ഡാവും, അതായത് ഒരു ലൈറ്റ് ഒരു കറുപ്പ് കളർ പോലെ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവക്കാഡോ ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ അവക്കാഡോയുടെ സീഡ് അത് കളയാതെ ഈ ജ്യൂസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് ഇട്ട് വെക്കാം. അപ്പോൾ കളറ് ഫെയ്ഡായി പോവില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക്, കമൻസ് ഒക്കെ, പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോസ് നിങ്ങളെ അത് വേണ്ടപ്പെട്ട ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി വരുന്നത്. ഹാവ് എ നൈസ് ഡേ.